ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അവിടെ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും നമുക്ക് വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു മുരിങ്ങയില മുട്ടത്തോരനാണ് കേട്ടാ. പിന്നെ നമുക്ക് ഈ മുരിങ്ങയില കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇത് ഞാൻ 3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒരു കേടും സംഭവിച്ചിട്ടില്ല. കുറച്ചധികം ഉണ്ടായിരുന്നോണ്ടാണ് ഈ ഒരു ഭാഗം മാറ്റി വെച്ചത് കേട്ടാ. ഇതിൽ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാതെ ഇതുപോലത്തെ ഒരു കവറിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരാഴ്ച വേണമെങ്കിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ ഞാൻ ഒരാഴ്ച മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ, അതിനപ്പുറത്തേക്ക് വെക്കാറില്ല കേട്ടാ. പിന്നെ ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടട്ടെ. അപ്പോഴേക്കും ഒരു പാന് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഞാൻ ഒരു ചെറിയ സബോള ഉണ്ട്, നല്ല ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 ഒക്കെ ആവാം കേട്ടോ. ഞാനിവിടെ 2 മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മുട്ട ചിക്കി എടുക്കാറുണ്ടല്ലോ ചെറിയ ചെറിയ പീസുകളായിട്ട്, അതുപോലെ വേണം ഇത് എടുക്കാനായിട്ട്. മുട്ട നന്നായി ചിക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 4 എണ്ണൊക്കെ മതിയാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ തേങ്ങയും മുട്ടയും കൂടി നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. മുട്ടയും തേങ്ങയും നന്നായിട്ട് തന്നെ പാകമായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലത്തെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടെ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ എനിക്ക് പോരാൻ തോന്നിയപ്പോ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ മുരിങ്ങയില ഇങ്ങനെ കാണുമ്പോൾ കുറച്ചധികം ഉള്ള പോലെ തോന്നും, ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. മുരിങ്ങയിലയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ 2 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. 2 മിനിറ്റ് ആണ് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം വേവായിട്ടുണ്ട്. മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ മറ്റുള്ളതൊക്കെ നമുക്ക് ആദ്യമേ വെന്തിട്ടുള്ളതാണ്. ഈ ഒരു മുരിങ്ങയിലയുടെ വേവ് മാത്രമേ ഇനി നോക്കേണ്ടതുള്ളൂ. അപ്പൊ നന്നായിട്ട് തന്നെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരന്. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഹെൽത്തി ആണ്. നമ്മുടെ കണ്ണിനും മുടിക്കും സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ് ഈ ഒരു മുരിങ്ങയില. അപ്പൊ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മുരിങ്ങയില ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് വിളമ്പി എടുക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരനും കൂടിയാണ് ഇട്ടത്. ഈ ഒരു മുരിങ്ങയില മുട്ടത്തോരന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടാ. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്